ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. നമ്മളെ ചില പ്രവർത്തികളാകാം നമുക്ക് ശത്രുക്കളെ നേടിത്തരുന്നത്. അപ്പൊ അതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. ശത്രുദോഷം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഒരു കാര്യവും ഒരു തെറ്റും ചെയ്യാതെയും നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാലും ശത്രുക്കളെ നേടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ ശത്രുദോഷം ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒട്ടുമിക്ക എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ശത്രുദോഷം എന്ന് പറയുന്നത്. ഈ ഒരു ശത്രുദോഷം മൂലം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കിടയിൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശത്രുദോഷത്തെ നേരിടാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാര മാർഗത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പരിഹാര മാർഗം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ശത്രുദോഷം കൊണ്ട് വലയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ശത്രുദോഷം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒറ്റമൂലി പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ഒരു പരിഹാര കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രു എത്ര വലിയവനായാലും എത്ര കൊലകൊമ്പനായി കഴിഞ്ഞാലും നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ നിഗ്രഹിക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്കുണ്ടായിരിക്കുന്ന ശത്രുദോഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നമുക്ക് ശത്രുദോഷം നൽകിയ ആളിനെ ഉപദ്രവിക്കുക എന്നതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു ദോഷം വരുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള കർമ്മവും അല്ല ഇത്. നമുക്ക് നമ്മുടെ ആ ഒരു ദോഷത്തെ ഇല്ലാതാക്കണം. നമ്മുടെ ജീവിതത്തിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അത്രയും മാത്രമേ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പലർക്കും സംശയം ഉണ്ടാവാം, ഇത് ചെയ്യുന്നത് വഴി അവർക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ അല്ലെ, ആ ഒരു ശത്രുവിന് ദോഷം സംഭവിക്കണമെന്ന്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാനായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് തന്നെ തിരിച്ചു വരും, നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഏറി വരുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നമ്മൾ ചെയ്യുക. നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമുക്കൊരു മോചനമാണ് വേണ്ടത്. ആ ഒരു ശത്രുദോഷത്തിൽ നിന്നും നമുക്കൊരു രക്ഷയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ഇനി ആദ്യം തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഘോര ഭഗവാനെയാണ്. അഘോര ശിവഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും അറിയാം, ശത്രുദോഷത്തിന്റെ ഏറ്റവും ഉഗ്രമൂർത്തി എന്ന് പറയുന്നത് അഘോര ശിവഭഗവാൻ തന്നെയാണ്. ഇനി ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ വെളുത്തുള്ളി അല്ലെ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഈ ഒരു പരിഹാരം ചെയ്ത എല്ലാവർക്കും തന്നെ ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100% ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. എല്ലാ ദിവസങ്ങളിലും ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ചെയ്തു കഴിഞ്ഞാൽ ഫലം ലഭിക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ഒന്നുകിൽ തിങ്കളാഴ്ച ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യാവുന്നതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം ചെയ്യാം. ഈ 3 ദിവസങ്ങളിലാണ് ഈ ഒരു കർമ്മം ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇനി ഇത് ചെയ്യേണ്ടതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് സന്ധ്യവിളക്കൊക്കെ തെളിയിച്ച ശേഷം ഒരു 6:30-നും 7:30-നും, സന്ധ്യാസമയം 6:30-നും 7:30-നും ഉള്ളിലായിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത് എന്ന്. വെളുത്തുള്ളിയിൽ നിന്നും ഒരു 3 വെളുത്തുള്ളി അല്ലി ഉതിർത്തെടുക്കണം. അതായത് നമ്മുടെ മുഴുവൻ വെളുത്തുള്ളിയിൽ നിന്നും 3 അല്ലി വെളുത്തുള്ളിയാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ വരയില്ലാത്ത ഒരു ചെറിയ കഷ്ണം പേപ്പർ കൂടെ എടുക്കുക.
ഇനി ഒരു ചെറിയ കഷ്ണം തുണി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വൃത്തിയുള്ള ഒരു തുണി ഉണ്ടെങ്കിൽ ആ ഒരു തുണിയും കൂടെ എടുക്കാവുന്നതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ വരയില്ലാത്ത പേപ്പറിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഈ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കണോ തൊലി കളയാതെ എടുക്കണോ എന്നൊക്കെ. തൊലി കളയാതെയാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് വെളുത്തുള്ളി എടുക്കേണ്ടത്. എന്നിരുന്നാലും നമ്മൾ അടർത്തുന്ന സമയത്ത് ചെറിയ രീതിയിൽ തൊലി ഇളകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പേപ്പർ ഒന്നുകിൽ വെള്ള കളറുള്ള പേപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ തുണിയാണെങ്കിൽ വെള്ള നിറത്തിലുള്ള തുണിയായിരിക്കണം. മറ്റു കളറുകളൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളിയും വെള്ള പേപ്പറോ വെള്ള തുണിയോ എടുത്ത് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച്, വീട്ടിലുള്ള മറ്റംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മാറിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളക്കിന് അഭിമുഖമായിട്ട് ഇരിക്കുക. ഇരുന്നു കൊണ്ട് മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിച്ചു വെക്കുന്നത്, ഉമ്മറത്താണെങ്കിൽ അതിൻ്റെ അവിടെ തന്നെ വിളക്കിന് മുന്നിലായിട്ട് ഇരിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും വെറും നിലത്തിരുന്നു കൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു പൂജാ മാറ്റിലോ ഇരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനു മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പൂർണ്ണ ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഉച്ച സമയത്ത് എങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ശരീരശുദ്ധി വരുത്തി കുളിച്ചതിന് ശേഷം മാത്രം ഈ ഒരു കാര്യം ചെയ്യാനായിട്ടിരിക്കുക. ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഘോര ശിവഭഗവാനെയാണ്. 2 കൈകളും കൂപ്പിക്കൊണ്ട് ഓം നമഃശിവായ മന്ത്രം 3 തവണ ചൊല്ലുക. ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിലായിട്ടും നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഫോട്ടോ ഇല്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഭഗവാനോട് പ്രാർത്ഥിക്കുക. എവിടെ തിരിഞ്ഞാലും ശത്രുദോഷമാണ്. ശത്രുദോഷം കാരണം ജീവിതത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഭഗവാന്റെ ഒരു കരുതൽ, ഭഗവാൻ രക്ഷിക്കണം എന്നത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ മുന്നിലായിട്ടാണ് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി വയ്ക്കുന്നത്. ആ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് ഒരല്ലി വെളുത്തുള്ളി കയ്യിൽ പിടിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 3 തവണ തലയ്ക്ക് ഉഴിയുക. വെളുത്തുള്ളി തലയ്ക്ക് ഉഴിയുന്ന സമയത്ത് ഓം അഘോരായ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഈ ഉഴിഞ്ഞ വെളുത്തുള്ളി നമ്മൾ വെച്ചിരിക്കുന്ന വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ വെള്ള തുണിയുടെ മുകളിലായിട്ടോ വയ്ക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ 2ാമത്തെ അല്ലി വെളുത്തുള്ളി എടുക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 3 തവണ ഉഴിയുക. ഇനി ഉഴിയുന്ന സമയത്ത് നമ്മൾ ജപിക്കേണ്ടത് ഓം മൃഡായ നമ എന്നായിരിക്കണം. ഈ വെളുത്തുള്ളിയും ഇതുപോലെ ഉഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പേപ്പറിലോ തുണിയിലോ വയ്ക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ 3ാമത്തെ അല്ലി വെളുത്തുള്ളി എടുത്ത് 3 തവണ തലയ്ക്കുഴിയുക. ഈ തവണ തലയ്ക്കുഴിയുന്ന സമയത്ത് ഓം ഖണ്ഡപരശവേ നമ എന്ന് വേണം ജപിക്കാനായിട്ട്. ഉഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3ാമത്തെ വെളുത്തുള്ളിയും നമ്മുടെ പേപ്പറിലോ തുണിയിലോ വയ്ക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ 3 വെളുത്തുള്ളിയും ഇതുപോലെ ഉഴിഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പേപ്പറിലാണെങ്കിൽ ആ പേപ്പർ അതുപോലെ തന്നെ വെളുത്തുള്ളിയെ ഉള്ളിലാക്കിക്കൊണ്ട് ചുരുട്ടി, അല്ല തുണിയാണെങ്കിലും വെളുത്തുള്ളി ഉള്ളിലാക്കി ചുരുട്ടിക്കൊണ്ട് കയ്യിലെടുത്ത് മിണ്ടാതെ ഉരിയാടാതെ മറ്റാരെയും തൊടാതെ ഒന്നുകിൽ കർപ്പൂര അഗ്നിയിലേക്ക് ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുപ്പിലേക്ക് ഇടാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും തീ കൂട്ടി ആ തീയിലേക്ക് ഇടാവുന്നതാണ്. ഇനി ഇത് പൂർണ്ണമായിട്ടും കത്തിയിരിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു തീയിലേക്ക് വേണം നിങ്ങൾ, അതിനനുസരിച്ചുള്ള ഒരു അഗ്നിയിലേക്ക് വേണം നിങ്ങൾ ഇത് ഇടാനായിട്ട്. അടുപ്പിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് തീ പിടിച്ചോളും. അപ്പൊ പൂർണ്ണമായിട്ടും ഇത് കത്തി നശിച്ചിരിക്കണം. ഇത് കത്തി നശിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ശത്രുദോഷം മുഴുവനായിട്ടും ഇല്ലാതാവും. ഇനി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചട്ടിയോ പാത്രമോ എടുത്തിട്ട് അതിൽ കുറച്ചധികം കർപ്പൂരം ഇട്ട് കത്തിച്ച് ആ ഒരു അഗ്നിയിലേക്ക് ഈ വെളുത്തുള്ളി ഇടാവുന്നതാണ്. ശരിയായ രീതിയിൽ കത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പാതി കത്തിയ ശേഷം കൊണ്ടുപോയിട്ട് കളയാനൊന്നും പാടുള്ളതല്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഇനി ഇത് കത്തിച്ചതിന് ശേഷം നിങ്ങൾ നേരെ തന്നെ വീട്ടിന്റെ റൂമിൽ പോയി കിടക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല. കത്തിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയ ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യം കുളിക്കുക എന്നുള്ളതാണ്. കുളിച്ച ശേഷം മാത്രമേ മറ്റെന്ത് കാര്യവും നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് കത്തിത്തീർന്ന് നിങ്ങൾ കുളിക്കുന്നതിലൂടെ നിങ്ങളിൽ ഏറ്റിട്ടുള്ള എല്ലാ ശത്രുദോഷങ്ങളും നീങ്ങി
അതുമൂലം ശത്രുദോഷം മൂലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോ നിങ്ങൾക്ക് ശത്രുദോഷം നേരിട്ടിട്ടുണ്ട്, ശത്രുദോഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചെയ്തോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ശത്രുദോഷത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും തന്നെ മാറിക്കിട്ടും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.